നിയമപരമായി നേരിടേണ്ട വിഷയമാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അദ്ദേഹത്തിനെതിരായിട്ടാണല്ലോ പരാതിയില്ലാതെ കേസെടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം നിയമപരമായി അതിൻ്റെ വശങ്ങൾ നോക്കിയിട്ട് നിയമപരമായി ആ കേസിനെ നേരിടും എന്നാണ് ഞാൻ കരുതുന്നത്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെയാണ് കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിയിലേക്ക് പോലീസ് കടന്നത്. അപ്പോൾ ഇതിനകത്ത് കേസെടുക്കാൻ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു നിയമോപദേശ വിധിയുടെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ. ഇല്ല, അതിൻ്റെ വിശദാംശം അറിയില്ല. തീർച്ചയായിട്ടും അത് നിയമവിദഗ്ധന്മാരുമായിട്ട് ആലോചിച്ച് അങ്ങനെ ഒരു കേസെടുത്തതിൽ എന്താണ് നിയമപരമായിട്ടുള്ള അതിൻ്റെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടമാണ് അത് പറയേണ്ടതും അത് തീരുമാനിക്കേണ്ടത്. അദ്ദേഹം ഇപ്പം ഞങ്ങളുടെ പാർട്ടിയിലില്ലല്ലോ. അദ്ദേഹം പാർട്ടിയിലെ എന്ന് അദ്ദേഹത്തെ നടപടിയെടുത്ത് പുറത്തു നിർത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അധികാരികമായി പറയാൻ എനിക്ക് കഴിയില്ല. ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പിന് സർക്കാർ ഉപയോഗിക്കാണെന്ന് തോന്നുന്നുണ്ടോ? രാഷ്ട്രീയ മുതലെടുപ്പിന് സർക്കാർ ഉപയോഗിക്കാണെന്ന് തോന്നുന്നുണ്ടോ? അതല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടി ശ്രമിച്ചാൽ, അതുപോലെ തന്നെ നിയമവ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ തീർച്ചയായും ആർക്കും ആ കേസിന് കോടതിയിൽ പോകാൻ അവകാശമുണ്ട്. കോടതിയിൽ അത് ചോദ്യം ചെയ്യാൻ അവകാശമുണ്ട്. അവിടെ നിയമ പോരാട്ടം നടത്തി അതിൽ സത്യം തെളിയിച്ച് പുറത്തു വരാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അത് തീർച്ചയായും ആർക്കെതിരായിട്ടാണോ ഒരു തെളിവില്ലാതെ കേസെടുക്കുന്നത് അവർക്ക് നിയമത്തിൻ്റെ പരിരക്ഷ ഉണ്ടല്ലോ. അതനുസരിച്ച് അത്തരം ആളുകൾ അങ്ങനെ പോയി ചെയ്യും. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ നടപ്പതാണ്. താങ്കൾ ഉദ്ദേശിക്കുന്ന കേസെടുത്തതിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിന് കോടതി സമീപിക്കാവുന്നതാണോ? തീർച്ചയായിട്ടും. കാരണം കള്ളക്കേസ് ആരെടുത്താലും ഒരു പരാതിയില്ലാതെ, അതുപോലെ തന്നെ ഒരു തെളിവില്ലാതെ ഒരു കേസ് ആർക്കെതിരെ എടുത്താലും ആ കേസ് എങ്ങനെയാണ് നിലനിൽക്കുന്നത്? അത് കോടതിയിൽ നിലനിൽക്കില്ലല്ലോ. അപ്പോൾ അത് നിയമ പോരാട്ടത്തിലൂടെ ആ ആളെന്ത് ചെയ്യും? നീതി ലഭ്യമാക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയിട്ട് ഇപ്പോഴും തുടരുകയാണ്. അതൊരു ശരിയായ രീതിയാണോ? രാഹുൽ രാജിവെക്കേണ്ടതല്ലേ? ഇല്ല, ആ ചാപ്റ്റർ എല്ലാം ഞങ്ങൾ ക്ലോസ് ചെയ്തെന്ന് KPC പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട കേസുകളും അദ്ദേഹം രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം തന്നെ അതൊരു ക്ലോസ് ചാപ്റ്ററാണെന്ന് കോൺഗ്രസ് പാർട്ടി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ എനിക്ക് കഴിയില്ല. എന്തെങ്കിലും അതിനെക്കുറിച്ച് പറയണമെങ്കിൽ അത് KPC അധ്യക്ഷനാണ് പറയേണ്ടത്. അല്ല, മുകേഷിനെ ഇപ്പോഴും അവർ തോളിലേറ്റിക്കൊണ്ട് നടക്കുകയാണല്ലോ. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പേരിൽ കേസുണ്ട്, റേപ്പ് കേസുണ്ട്, FIR ഉണ്ട്. കോടതിയിൽ നിന്ന് കിട്ടിയ ജാമ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുകേഷ് പുറത്തിറങ്ങി നടക്കുന്നത്. ആ മുകേഷിനെ അവർക്ക് കൊണ്ടു നടക്കാം, തോളിലേറ്റ് നടക്കാം. മുകേഷിനെ പാർട്ടി പരിപാടി പങ്കെടുപ്പിക്കാം, MLA എന്ന നിലയിൽ പ്രവർത്തിക്കാനുള്ള അനുവാദം കൊടുക്കാം, നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാം. യാതൊരു തടസ്സവുമില്ല. CPM അല്ലാത്ത ഒരു MLAക്കെതിരെ ഇത്തരത്തിൽ ആക്ഷേപം വന്നാൽ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർക്ക് അവരുടെ സ്ഥാനങ്ങളെല്ലാം രാജിവെക്കണമെന്ന് പറയുന്നത് ഇരട്ടത്തപ്പാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും. അതെല്ലാം നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ ഞാൻ എന്നെ കൊണ്ട് എന്തിനാണ് പറയിപ്പിക്കുന്നത്? ആ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത്. നേരത്തെ പറഞ്ഞത് കള്ളക്കേസാണ് തോന്നുവാണെങ്കിൽ രാഹുൽ കോടതി സമീപിക്കാന്നല്ലേ? ഇത് കള്ളക്കേസാണെന്ന് താങ്കൾ തോന്നുന്നുണ്ടോ? അതിനെ അല്ല, അത് വ്യക്തമല്ലേ. കാരണം നേരത്തെ തന്നെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിനെതിരായി ഇതുവരെയും ഒരു പരാതി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. അത് FIR എടുത്തിട്ടില്ല. പരാതിക്കാരും രേഖാമൂലം പരാതി കൊടുത്തിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഗവൺമെൻറ്റിന് കേസെടുക്കാൻ പറ്റുക? എങ്ങനെയാണ് പോലീസിന് കേസെടുക്കാൻ പറ്റുക? അത് കാരണം നിയമപരമായി നിലനിൽക്കുന്ന ഒന്നല്ല. അത് തീർച്ചയായും ആരാണോ അവിടെ ഇരയാകുന്നത് അവർക്ക് കോടതിയിൽ പോകാം. കോടതിയിൽ നിന്ന് നീതി കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷ. നമ്മുടെ മുന്നിൽ പല കേസുകളുണ്ട്. കോടതിയിൽ ചെല്ലുമ്പോൾ അതെല്ലാം തള്ളിപ്പോകുന്ന പല കേസുകളും നമ്മുടെ മുന്നിലുണ്ടല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്.